നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ട്. ആ ജീവൻ മരിക്കുമ്പോൾ ഇല്ല. ജീവൻ വരുന്നു. ജീവൻ പോയി. മരിച്ചു കഴിഞ്ഞപ്പോൾ അത് മൂക്കിലൂടെ പോയി. ആ ജീവൻ അങ്ങനെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ലോകത്തിലേക്ക് പോയി. പല രീതിയിലുള്ള മതാചാര ലെവലിൽ, അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, എന്തിനാ ഈ ജീവൻ പോയി. അത് ജീവൻ ഈ ഭൂമിയിൽ നിന്ന് പോയി മറ്റുള്ളവർക്ക് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് പല പൂജകൾ ചെയ്യാം. ഇതിനെ പല രീതിയിൽ ഉള്ള പ്രാർത്ഥനയിലൂടെ കളയാം എന്നൊക്കെ പറയുന്ന എത്രയോ വ്യക്തികളെ നമ്മൾ കാണുന്നുണ്ടല്ലേ. കാലം ഇത്ര പുരോഗമിച്ചിട്ടും ആ രീതിയിൽ കടന്നു പോകുന്ന വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ജീവൻ എന്ന് പറയുന്ന അങ്ങനൊരു വസ്തു ഉണ്ടോ, അല്ലെങ്കിൽ അവയവം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജീവൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? നമ്മുടെ ശരീരത്തിലെ നമ്മുടെ തല എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ മൂക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? നമ്മുടെ കണ്ണില്ലാതിരുന്നാൽ പറ്റുമോ? നമ്മുടെ വായില്ലാതിരുന്നാൽ പറ്റുമോ? ഇതെല്ലാം 4 ഭാഗത്തേക്ക് എടുത്ത് വെച്ചിട്ട്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞ തല എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് സാധ്യതയുണ്ടോ? കയ്യോ കാലോ എടുത്ത് മാറ്റി ശരീരത്തിൻ്റെ ഒരു അരയ്ക്ക് താഴോട്ട് മാറ്റി പറ്റില്ല. ഇതെല്ലാം കൂടെ ചേരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ഒരു അവസ്ഥയെ മാത്രമാണ് ജീവൻ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നമ്മുടെ തലമുറയ്ക്ക് ഇന്നും ഇല്ല എന്നുള്ളത് അവൻ്റെ വിവരക്കേടിൻ്റെ അവനെ വിഡ്ഢികളാക്കുന്ന ഒരവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് തിരിച്ചറിവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ അംഗീകരിക്കേണ്ട കാര്യം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നതിനെക്കാട്ടിലും നല്ലത് എൻ്റെ ശത്രുവാണ് പറയുന്നതെങ്കിൽ പോലും അതിൻ്റെ അകത്ത് ലെവലുണ്ടായെങ്കിൽ ആ ലെവലിനെ സത്യത്തെ അംഗീകരിക്കുക എന്നുള്ളിടത്താണ് വിവരമുള്ളവൻ എന്നുള്ള അവസ്ഥ ജനിക്കുന്നത്. എത്രയോ കാലം തൊട്ട് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള ഈ അവസ്ഥയ്ക്ക് ഇന്നും വളരെ ഭീതിജനകമായിട്ട്, അതുകൊണ്ട് തന്നെയാണ് പലരും രാത്രിയെ പേടിക്കുന്നു, ഭയപ്പെടുന്നു, പലതിനെയും ഭയപ്പെടുന്നു, മരണത്തെ ഭയപ്പെടുന്നു. ജീവൻ ഇങ്ങനെ പോകുന്നു, ജീവൻ അങ്ങനെ പോകുന്നു, ആ രീതിയിലെല്ലാം വന്ന് യഥാർത്ഥ തലത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഈ ഭയപ്പാടുകളെല്ലാം ഒഴിവായി പോകുന്നു. ഭയപ്പാട് വരുന്നിടത്തോളം കൂടുതൽ സമയം നമ്മൾ മറ്റുള്ളവരുടെ കൂടെ ഇരിക്കുവാൻ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ, അല്ലെങ്കിൽ ഒരു യോഗത്തിൽ, ഒരു പ്രാർത്ഥന കൂട്ടത്തിലിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതിൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്. അവിടേക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ഇല്ലാതെ പോകുന്നു. നമ്മുടെ മനസ്സ് സന്തോഷമാകുന്നു. ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തും നിങ്ങൾക്ക് ഈ പറയുന്ന അവസ്ഥയെ നേടിയെടുക്കുവാനായിട്ടുള്ള അവസ്ഥ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം കാലമാണ് നമ്മൾ ഭയപ്പാട് വെച്ചുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുക, ഒരു കൂട്ടമായിട്ട് നിൽക്കുക, ഇതെല്ലാം നമ്മുടെ പുരോഗമനപരമായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയായിരിക്കണം. സമൂഹത്തിൻ്റെ പുരോഗമനം, മനുഷ്യൻ്റെ പുരോഗമനം നമുക്ക് കയ്യിലെടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പ് നമുക്കിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നത്, നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നത്, നമ്മൾ ദൂരദേശത്തിരിക്കുന്നവരെ കണ്ട് സംസാരിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റിയിരിക്കുന്ന, എത്രയോ പുരോഗമനമായ അവസ്ഥകളിലേക്ക് നമുക്ക് കൊണ്ടുചെന്നെത്താവുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്താണ് അതൊന്നുമില്ലാത്ത വിഡ്ഢിത്തരമായുള്ള ചിന്താഗതിയിലും അവസ്ഥയിലൂടെയും നമ്മൾ കടന്നു പോകുന്നത്. ഒരർത്ഥവുമില്ലാത്ത അവസ്ഥയിലൂടെ. അതിനാണ് നമ്മൾ കൂട്ടം കൂടുന്നത്. അത് മതപരമായിട്ടാകാം, മറ്റു പല ലെവലിലേക്കാകാം. പക്ഷേ എത്രയോ വിശാല മനസ്കർ ഞാൻ അനുഭവിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും അനുഭവിക്കണം എന്നുള്ള ചിന്താഗതിയിലൂടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇരുന്ന് സംസാരിക്കുകയും കാണുകയും എടുക്കുകയും ചെയ്യുന്ന പല ടെക്നോളജികളും നമുക്ക് അനുഭവിക്കുവാനും നമ്മുടെ ജീവിതത്തിന് ഏറ്റവും സഹായകരമായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിലൂടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നതിന് പകരം അന്ധമായിട്ടുള്ള പല വിശ്വാസങ്ങളിലൂടെയും കടന്ന് ജീവൻ എവിടുന്നോ വന്നു, ഇനി എങ്ങോട്ടോ പോകുന്നു, ജീവൻ എന്ന് പറയുന്ന പ്രത്യേക ഒരു അവയവം അല്ലെങ്കിൽ ഒരു സാധനമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അതിനെ പല രീതിയിൽ പേടിച്ചും ഭയപ്പെട്ടും കഴിയാതെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അവസ്ഥകളും ശരീരപ്രകൃതിയും കൂടെ ചേരുന്ന സമയത്ത്, അവയവങ്ങളുടെ ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ മാത്രമാണ് ജീവൻ. അല്ലെങ്കിൽ ഇതുപോലുള്ള പല അവസ്ഥകളൊന്നും മനസ്സിലാക്കാനായിട്ടുള്ള യുക്തി എത്തുന്നിടത്ത് മാത്രമേ മികച്ച ഒരു അവസ്ഥ എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക.